ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പ്രതാപൻ. ഇന്ന് സീനിയർ സിറ്റിസൺസിന് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ കേരളത്തിൽ ആരംഭിക്കും എന്ന് വിഷൻ 2031 ഭാഗമായി നടപ്പാക്കും എന്ന് മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പോലീസ് വകുപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് നടപ്പാക്കുന്നത്. പോലീസ് വകുപ്പ് മേധാവി റവാഡ ചന്ദ്രശേഖരനും ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തതായി നവംബർ 4 പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് പഞ്ചായത്ത് വകുപ്പ്, പോലീസ് വകുപ്പ്, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവ ചേർന്നായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് 2031 40 ലക്ഷം വയോജനങ്ങൾ വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കും എന്നാണ് പറയുന്നത്. കേരളത്തിലെ ജനസംഖ്യ ഏതാണ്ട് 3.5 കോടിയുണ്ട്. അതിൻ്റെ ഒരു 20% വയോജനങ്ങളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് 60 ലക്ഷത്തിലധികം പേർ വയോജനങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ ഒരു 20% ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ബാക്കിയൊരു 80% കൂടുതലും മക്കളോടോ ചെറുമക്കളോടോ ഒക്കെ താമസിക്കുന്നു. അപ്പോൾ 2030 ആകുമ്പോൾ ഈ 20% എന്നുള്ള തുക വർദ്ധിച്ച് 40 ലക്ഷം വയോജനങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കപ്പെടും എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഇൻ്ററാക്റ്റീവ് എമർജൻസി റെസ്പോൺസ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പോലീസുകാർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ തന്നെ ചില പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില ആപ്പുകൾ, പോൾ ആപ്പ് ഒന്നാണ്, അതൊക്കെ ലഭ്യമാണ് എന്ന്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം വയോജനങ്ങളുടെ സുരക്ഷയും ക്രമസമാധാന ഭദ്രതയും ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണവും ആണെന്ന് പത്രം പറയുന്നു. ഈ പോലീസ് വഴി സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പോലീസുകാർക്ക് അതനുസരിച്ചുള്ള പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് ജെറണ്ടോളജി എന്നുള്ള ഒരു ഓറിയൻറ്റേഷൻ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതോടൊപ്പം അത്തരം ഒരു ബോധവൽക്കരണം ഇന്നത്തെ റെസിഡൻസ് അസോസിയേഷനുകളിലും പഞ്ചായത്ത് മെമ്പർമാർക്കും ആവശ്യമാണ്. അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിൽ കൂടെ ഭാവിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതും അല്ലാത്തതുമായുള്ള വയോജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും.